നാളെ നമ്മുടെ സംസ്ഥാനത്തെ അല്ല നമ്മുടെ രാജ്യത്തെ നയിക്കേണ്ട അല്ല നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെ നയിക്കേണ്ട ബ്രെയിൻ അവിടെ പോയിട്ട് പിസ്സ ഹട്ടിൽ ഡെലിവറി ബോയ് ആയിട്ടും KFC-യിൽ പിന്നെ എന്താ പറയുന്നത് യൂട്ടൻസിൽസ് വാഷ് ചെയ്യുന്ന ആളൊക്കെ ഒക്കെ ആയിട്ട് പിന്നെ അവരുടെ ലൈഫ് സ്പെൻഡ് ചെയ്യുകയാണ്. ജീവിക്കുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ അവർ നമ്മുടെ നാട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രെയിൻ ആയിരുന്നു അവർ. അതെ, ഈവൻ ഡോക്ടേഴ്സ് ടാക്സി ഓടിക്കുന്ന, കാനഡയിലെ ഡോക്ടേഴ്സ് ടാക്സി ഓടിക്കുന്ന ഒരുപാട് പേരുണ്ട്, എൻജിനീയേഴ്സ്. ഇവിടെ എല്ലാം അവരെങ്ങനെ കണക്കൂട്ടി നോക്കിയാലും വിഷ്വലി ചിലപ്പോൾ നല്ല കോട്ടും, ചിലപ്പോൾ കാനഡയിൽ പോയി നിന്നാൽ അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് പോയി നിന്നാൽ ക്ലൈമറ്റിൻ്റെ ഭാഗമായിട്ട് സ്കിൻ ടോൺ കുറച്ച് മാറിയും ചിലപ്പോൾ കാണാൻ ഭംഗിയുള്ള വിഷ്വലും ഒക്കെ കിട്ടുമെങ്കിലും നമ്മുടെ നാട്ടിൽ അത്ര സൗകര്യങ്ങളോ, നമ്മുടെ നാട്ടിലെ പബ്ലിക് ട്രാൻസ്പോർട്ട്, ഇനിയിപ്പോൾ ഞാൻ അടൂർ ജീവിച്ചിരുന്ന ഒരാളാണ്. ഞാൻ അടൂരിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് രാത്രി 9:30 ഒരു ബസ്സുണ്ട്, ശാസ്താംകോട്ട ബസ്. 9:30 എനിക്ക് വീട്ടിൽ പോകാം. 1 രൂപ 2 രൂപ 5 രൂപ 10 രൂപ മുടക്കി എൻ്റെ വീട്ടിൽ പോകാം. രാവിലെ 5:30 ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇതേ ബസ് തിരിച്ചു വരുമ്പോൾ കയറി ചെങ്ങന്നൂർ വന്നിറങ്ങിയിട്ട് ഞാൻ എറണാകുളത്ത് വന്ന് ജോലിയും മറ്റു കാര്യങ്ങളും ചെയ്തിരുന്ന ഒരു കാലമുണ്ട്. ഇത്രയും പബ്ലിക് ട്രാൻസ്പോർട്ട് ലോകത്ത് ഒരു രാജ്യത്തും ഇല്ല. ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ലെങ്കിൽ തന്നെയും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു 80% രാജ്യങ്ങളിൽ 80% സ്ഥലങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഇതുണ്ട്. പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സാധ്യതകൾ, നമ്മുടെ നാടിൻ്റെ സാധ്യതകൾ, സെക്യൂരിറ്റി, ഇതൊന്നും നമ്മുടെ രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. രക്ഷകർത്താക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയുക, പ്രായമായ രക്ഷകർത്താക്കൾ 50, 60, 65 വയസ്സായാൽ അവർക്ക് വലിയ അഭിമാന പ്രശ്നമാണ്. മോൻ അയർലൻഡിലാണ്, മോൾ UK-യിലാണ്. മനസ്സിലായി? ഇവിടെ അവർക്ക് 2 ഏക്കർ 3 ഏക്കർ സ്ഥലമുണ്ട്. ഇവർ അയർലൻഡിലോ ലണ്ടനിലോ പോയി പണിയെടുത്താൽ ഈ 2 ഏക്കർ 3 ഏക്കർ സ്ഥലം ഇവർക്കൊരു ആയുസിൽ മേടിക്കാൻ പറ്റണമെന്നില്ല.